ക്ലാസ് ആണ്. ഇന്ന് നമ്മളോടൊപ്പം ബ്രിൻസ് അച്ഛനും ജാക്സ് അച്ഛനുമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ ജാക്സ് അച്ഛൻ ബ്രിൻസ് അച്ഛനെ വെൽക്കം ചെയ്യുന്നതാണ്, ഒഫീഷ്യലി വെൽക്കം ചെയ്യുന്നതാണ്. ജാക്സ് അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. അച്ഛൻ ഡയസീഷ്യൻ കൗൺസിൽ മെമ്പർ ആണ്. അതുകൂടാതെ ഡാർവിൻ സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഇപ്പോഴത്തെ വികാരിയാണ്. നമ്മുടെ സെന്റ് ജോർജ് ചർച്ച് ബ്രിസ്ബെയിന്റെ മുൻ വികാരിയുമാണ്. അപ്പൊ അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സുപരിചിതനായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജാക്സ് അച്ഛനെ ക്ഷണിക്കുന്നു ബ്രിൻസ് അച്ഛനെ ഔദ്യോഗികമായി വെൽക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ അച്ഛൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓ അച്ഛാ, കേൾക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്നേഹം നിറഞ്ഞ ബ്രിൻസ് അച്ഛൻ, സ്നേഹം നിറഞ്ഞ സ്ത്രീ സമാജ അംഗങ്ങളെ, പ്രത്യേകിച്ച് രണ്ടാമത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ബ്രിൻസ് അച്ഛനെ ആമുഖ വാക്കുകളിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അച്ഛൻ സെമിനാരി പഠിക്കുന്ന കാലഘട്ടം മുതൽ അച്ഛനെ എനിക്ക് അടുത്തറിയാവുന്ന ആളാണ്. കുമ്പൗണ്ട് രുദ്രാസനത്തിലാണ് അച്ഛൻ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത്. ഇപ്പോൾ കോട്ടയം ദേവാലയത്തിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന അച്ഛന് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരം കൂടിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്ത് നിങ്ങൾക്കറിയാം. കോട്ടയം പഴയ സെമിനാരിയിൽ അധ്യാപകനാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ സംബന്ധിച്ച ആളുകൾക്കറിയാം. എന്നോട് അനീഷച്ചൻ പറയുകയുണ്ടായി, വളരെ അനുഗ്രഹപ്രദമായി കഴിഞ്ഞ ക്ലാസ് അച്ഛൻ എടുത്തു എന്ന് ഇന്നലെ അനീഷച്ചനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പ്രത്യേകമായിട്ട്, അച്ഛനാണ് നിങ്ങൾക്കറിയാം ശ്രീ സമാജത്തിന്റെ ഈ ഡയോസിന്റെ ചുമതല, അച്ഛൻ പ്രത്യേകമായിട്ട് പറയുകയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആമുഖ വാക്കുകൾ പറഞ്ഞ് സമയം കളയുന്നതിൽ അർത്ഥമില്ല. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ബ്രിൻസ് അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകിച്ച് നമുക്കറിയാം, ഏത് ഇടവക എടുത്താലും ആധ്യാത്മിക സംഘടനകളാണ് ഇടവകയുടെ ശക്തി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ സമാജവും സൺഡേ സ്കൂളും ഒക്കെ നമ്മുടെ ഇടവകളെ സംബന്ധിച്ച് ഏറ്റവും അഭിവാജ്യമായ ഒരു ഘടകമാണ്. സ്ത്രീകളാണ് തീർച്ചയായിട്ടും നമ്മുടെ ദേവാലയത്തിന്റെ മുന്നോട്ടുള്ള ഓരോ കാര്യത്തിനും നേതൃത്വം നൽകുകയും നമ്മുടെ ദേവാലയത്തിൽ നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പലപ്പോഴും സ്ത്രീജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ സമാജം വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും പല ജോലി തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി ക്ലാസ്സിൽ സംബന്ധിക്കുവാനും പരീക്ഷ എഴുതുവാനും തയ്യാറാകുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷം. എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനീഷച്ചന്റെ ഇപ്പോഴവിടെ ബ്രിസ്ബെയിനിൽ അച്ഛന് സന്ധ്യാ നമസ്കാരം കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. അച്ഛൻ ആവശ്യപ്പെട്ടതുകൂടിയാണ് ഞാൻ ഈ ഒരു സ്വാഗതം ഞാൻ പറഞ്ഞുകൊള്ളാമെന്ന് അച്ഛന്റെ ആവശ്യത്താൽ കൂടിയാണ് ഇത് പറയുന്നത്. പ്രത്യേകിച്ച് അച്ഛന് ഈ ക്ലാസ് തീരുന്ന അവസരത്തിൽ ജോയിൻ ചെയ്തുകൊള്ളാമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളെ അറിയിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് എന്റെ ഭാരവാഹികളോടും ഒക്കെയുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്നതും ഈ പരീക്ഷ എഴുതുന്നതും ഒക്കെ നമുക്ക് ആധ്യാത്മിക ഒരു ഉണർവിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒട്ടും സമയം കളയാതെ ബഹുമാനപ്പെട്ട അച്ഛനെ ഈ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജാക്സജ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കേൾക്കാലോ അല്ലെ? കേൾക്കാം. ബഹുമാനപ്പെട്ട ജാക്സച്ചൻ, പ്രത്യേകിച്ച് ഏഷ്യ പസഫിക് ഭദ്രാസനത്തിലെ, വിശിഷ്യ ഓസ്ട്രേലിയയിലുള്ള മർത്തമറിയ വനിതാ സമാജത്തിലെ അതിന്റെ ചുമതലക്കാര്, പ്രത്യേകിച്ച് ഈ എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ രണ്ടാമത്തെ സെഷനിലേക്ക് നമ്മൾ വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ടു സാൻസ് ആൻഡ് ഇൻ പെർട്ടിക്കുലർ ടു ദ പെനിറ്റൻഷ്യൽ സാൻസ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ അനുതാപ സങ്കീർത്തനങ്ങൾ പഠിക്കാനായിട്ട് ആരംഭിച്ചിരുന്നു. അങ്ങനെയുള്ള രണ്ടാമത്തെ ഒരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു സെഷനിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഇന്ന് മുമ്പോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ അനുതാപ സങ്കീർത്തനം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? 6:32 നമ്മൾ പഠിച്ചിരുന്നു. ഞാനൊരു ക്വസ്റ്റ്യൻ ഒക്കെ തന്നിരുന്നു, അതൊന്ന് ശ്രദ്ധിച്ചായിരുന്നോ? നോക്കാൻ പറ്റിയിരുന്നോ? ചെയ്ത് നോക്കാൻ പറ്റിയിരുന്നോ? നമുക്ക് അതൊന്ന് നോക്കിയാൽ നല്ലതാണ്. കാരണം അതിന്റെ കൂടെ തന്നെ നമ്മൾ എല്ലാം കൂടെ അവസാനത്തേക്ക് വെക്കാതെ കിട്ടുന്നത് ഒന്ന് തീർത്ത് പോകാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. നമ്മുടെ കാര്യം ഇനിയാണെങ്കിൽ ശ്രദ്ധിക്കുക. ടുഡേ നമ്മൾ ഇന്ന് അടുത്ത സങ്കീർത്തനത്തിലേക്ക് പോവാണ്. ഞാൻ സ്ലൈഡ് ഒന്ന് കാണിക്കാം. അത് നമുക്ക് കുറച്ചും കൂടെ ഹാൻഡി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. ഒരു നിമിഷം.
കാണാമോ? കാണാം അച്ഛാ. ഓക്കെ. ഓക്കെ ഓക്കെ. സോ വി മൂവ് ഓൺ ടു സാംസ് 38. 38-ാമത്തെ സങ്കീർത്തനത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. 38-ാമത്തെ സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. നമുക്കറിയാം 38-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണെന്നുള്ളത്. അതിന്റെ ഒരു ടാഗ് ലൈൻ, ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് എ സാം ഓഫ് ഡേവിഡ് ടു ബ്രിങ് ടു റിമെമ്പറൻസ്, ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുവാനായി ദാവീദിന്റെ ഒരു സങ്കീർത്തനം, ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നൊക്കെയാണ് പലപ്പോഴും ഈ സങ്കീർത്തനത്തെ പറയുന്നത്. ഈ ഓർമ്മ എന്ന വാക്ക് നമുക്ക് വളരെയധികം അറിയാവുന്ന വാക്കുകൾ ഒന്നാണ്. ഓർക്കുന്നത് എന്തിനെയാണ്? മറന്നതിനെയാണ്. വാസ്തവത്തിൽ മറന്നതിനെയാണ് ഓർക്കുന്നത്, മറക്കാതിരിക്കാനാണ് ഓർക്കുന്നത്. But the very title refers to something that has a higher chance to forget. മറന്നുപോകാൻ സാധ്യതയുള്ള എന്തോ ഒന്നിനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ ആലോചിക്കാം, മറക്കാതെ എപ്പോഴും ഓർമ്മയിൽ ഇരിക്കുക എന്ന അർത്ഥത്തിലൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ ഓർക്കാനായിട്ട് സാധിക്കും. മലയാളത്തിൽ ജ്ഞാപക സങ്കീർത്തനം എന്നൊക്കെ പലപ്പോഴും ഈ സങ്കീർത്തനത്തെ പറയാറുണ്ട്. ജ്ഞാപക സങ്കീർത്തനം അങ്ങനെ പറയാനുള്ളൊരു കാരണവും കൂടെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്, ലേവ്യ പുസ്തകത്തില് നിങ്ങൾക്കറിയാമല്ലോ, ലേവ്യ പുസ്തകം എന്ന് പറയുന്നത് യാഗങ്ങളെ കുറിച്ച് പറയുന്ന, യാഗത്തിന്റെ നിയമങ്ങൾ, പുരോഹിത നിയമങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന സങ്കീർത്തനങ്ങളിലോ പുസ്തകങ്ങളിലൊന്നാണ്. അവിടെ കുന്തിരിക്കം ധൂപത്തോടുകൂടി അർപ്പിക്കുന്നതിനെ വിളിക്കുന്ന വാക്കാണ് വാസ്തവത്തിൽ ഈ ജ്ഞാപകാർപ്പണം എന്ന് പറയുന്നത്. ജ്ഞാപകാർപ്പണം. അപ്പം അതേ ഒരു പർപ്പസിൽ വാസ്തവത്തിൽ എന്തോ ഒന്നിനെ അല്ലെ ധൂപത്തോടുകൂടി അർപ്പിക്കുന്നു എന്ന സൂചനയിൽ ഈ എഴുത്തുകാരൻ അയാളുടെ പാപങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു, അല്ലെ, ഓഫറിങ് ഹിസ് സിൻസ് ബിഫോർ ഗോഡ് ടു ഗോഡ് എന്ന അർത്ഥത്തിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സങ്കീർത്തനത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് ഇറ്റ് ഹാസ് എ ഡ്യുവൽ പർപ്പസ്. വാട്ട് ഓൾ? present brokenness, his present brokenness is offered as an incense before God, and also the psalm reminds the sinner of his true condition. ഇങ്ങനെ രണ്ട് അർത്ഥം, രണ്ട് പർപ്പസ് വാസ്തവത്തിൽ ഇതിനുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒറ്റ വാചകത്തിൽ, ഒറ്റ അർത്ഥത്തിൽ നമുക്ക് സാധിക്കും. ഇതിന്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് എഴുതിയത് ഡേവിഡാണ്, കിങ് ഡേവിഡാണ്. ട്രഡീഷണൽ ആയിട്ട് പലപ്പോഴും ഈ സാമിനെയും ബത്ശേബയുമായി ബന്ധപ്പെട്ട് ദാവീദ് ചെയ്ത പാപത്തിന്റെ, അങ്ങനെ അയാൾക്കുണ്ടായ കുറ്റബോധത്തിന്റെ, അതിന്റെ ഏറ്റവും ഒരു ക്ലിയർ സാം എന്ന് പറയുന്നത് സാം 51 നമുക്കറിയാമെങ്കിൽ പോലും ഇവിടെയും അയാൾക്ക് ഉണ്ടായൊരു ഫിസിക്കൽ ആഗണി അല്ലെങ്കിൽ ഒരു മെന്റൽ ആഗണി, ഇതിനെല്ലാറ്റിനെയും കൂടെ ചേർത്ത് വെച്ചൊരു ഐസൊലേഷൻ, ഇങ്ങനെ എല്ലാറ്റിനെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇതും എഴുതിയിരിക്കുന്നത് എന്നാണ് പലപ്പോഴും വിശ്വസിക്കുന്നത്. അതേ തുടർന്നുണ്ടായ അയാളുടെ ഒരു മാനസികമായ ഒരു തകർച്ച, അല്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കുന്നുവെന്ന ബോധ്യം, ഇതെല്ലാം ഇതിന്റെ പശ്ചാത്തലമാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇതൊരു വ്യക്തിയുടെ അനുതാപം എന്നുള്ളതിനേക്കാളും ഉപരിയായി സഭ ഇതിനെ കാണുന്നത് പാപബോധമുള്ള ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പ്രാർത്ഥനയായിട്ട് എപ്പോഴും സഭ ഇതിനെ അംഗീകരിച്ചിട്ടുമുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് എന്തോ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അവന്റെ പാപങ്ങളെ ഒരു ധൂപാർപ്പണം പോലെ, ജ്ഞാപകാർപ്പണം പോലെ യഹോവയുടെ സന്നിധിയിലേക്ക് അവൻ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ദാവീദ് ബത്ശേബയുമായി ചെയ്ത പാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുറ്റബോധത്തിൽ നിന്ന് എഴുതപ്പെട്ടതാകാമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ സഭ ഇതിനെ കാണുന്നത് എങ്ങനെയാണ്? മോർ ദാൻ ആൻ ഇൻഡിവിജ്വൽസ് പെനിറ്റൻസ്, റിപ്പന്റൻസ്, ഇതിനെ കാണുന്നത് കുറച്ചുകൂടി കളക്റ്റീവ് നേച്ചറിലാണ്. ഒരു കൂട്ടത്തിന്റെ, ഒരു മനുഷ്യ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ ഒരു പ്രാർത്ഥനയായി, പാപബോധമുള്ള മനുഷ്യന്റെ ഒരു പ്രാർത്ഥനയായി പലപ്പോഴും ഇതിനെ കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 3 സ്ട്രക്ചറലി, കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ ഓരോ സങ്കീർത്തനം പഠിക്കുമ്പോഴും വലിയ സങ്കീർത്തനങ്ങൾ നമ്മളൊന്ന് സ്കിപ്പ് ചെയ്യും. പക്ഷേ ഒരുമാതിരി പഠിക്കാവുന്ന സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ അതിന്റെ എക്സജറ്റിക്കൽ സ്റ്റഡിയിലേക്ക് നമ്മൾ പോകും, അതിന്റെ ഒരു സ്ട്രക്ചറൽ ഡിവിഷനിലേക്ക് നമ്മൾ പോകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചറലി വി ക്യാൻ ഡിവൈഡ് ദ സാം ടു 3. അതിൽ ഒന്നാമത്തേതാണ്, നമുക്ക് വേണമെങ്കിൽ വേഴ്സസ് 1 to 4, 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളെ നമുക്കതിനെ വിളിക്കാൻ പറ്റുന്നത് ഡിവൈൻ ഡിസിപ്ലിൻ ആൻഡ് ഓവർവെൽമിംഗ് ഫ്ലഡ്.
ആ മനുഷ്യന്റെ പാട്ട് റൈറ്റ് സൈഡിൽ നമ്മൾ ആ സങ്കീർത്തനം കൊടുത്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്? അയാൾ പറഞ്ഞു തുടങ്ങിയാണ്, യഹോവേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത്, ഉഗ്രകോപത്തോടെ നീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കരുത്. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, എന്റെ ദേഹത്തിന് സൗഖ്യമില്ല, എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല, എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ ഇരിക്കുന്നു. ഒരു വലിയ ചുവട് പോലെ, അല്ലെ, ഒരു ബേർഡൻ പോലെ എനിക്ക് ഘനമായിരിക്കുന്നു. ഇതാണ് ഈ 1 to 4 വേഴ്സസ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഒറ്റ വാചകത്തില് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്, ദൈവകോപത്തിന്റെ ഒരു ഭാരം, ദൈവം എന്നോട് കോപിച്ചിരിക്കുന്നു, ദൈവകോപത്തിന്റെ ഒരു ഭാരം എന്റെ തലയുടെ മുകളിൽ ഇരിക്കുകയാണ്. എന്റെ പാപത്തിന്റെ ഫലമായി ദൈവകോപത്തിന്റെ ഒരു ഭാരം എന്റെ തലയുടെ മുകളിൽ ഇരിക്കുകയാണ്. സോ തുടങ്ങുന്നത്, എന്നെ ശിക്ഷിക്കരുതേ. ഹീസ് അപ്പീലിംഗ് ഫോർ മേഴ്സി. ഹെസേദ് എന്നൊരു പദമുണ്ട് ഹീബ്രുവിൽ, ഹെസേദ്. ഹെസേദ് എന്ന പദത്തിന്റെ ഒരു അർത്ഥമാണ് വരുവാനുള്ള വലിയ കോപം, വലിയ ശിക്ഷയിൽ നിന്ന് ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്നാണ് വാസ്തവത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത്, ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കരുത്. അസ്ത്രം എന്നൊരു വാക്ക് വേഴ്സ് 2-ൽ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? മലയാളത്തിൽ നിന്റെ അസ്ത്രങ്ങൾ, ആരോസ്. ആരോസ് നമുക്കറിയാമല്ലോ, അയാളുടെ അക്യൂട്ട് ഗിൽറ്റ്, അല്ലെങ്കിൽ അയാളുടെ അതികഠിനമായ പാപം, രോഗം. ഒരു അസ്ത്രം കുത്തുമ്പോൾ നമുക്ക് മുറിവേൽക്കുന്നത് പോലെ ആ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ മുറിവേൽപ്പിക്കുവാൻ തക്കവണ്ണം അതികഠിനമായിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ്, അല്ലെ? അപ്പൊ ആദ്യത്തെ ഒരു ഭാഗം അത് ദൈവകോപത്തിന്റെ ഒരു ഭാരത്തെ കുറിച്ചാണ്. അവിടെ പറയുകയാണ്, നീ എന്നോട് കോപിച്ചിരിക്കൊണ്ട് ആ അസ്ത്രങ്ങൾ എന്റെ മേൽ തറച്ചിരിക്കുകയാണ്, നിന്റെ കൈ ഭാരമായിരിക്കുന്നു. വീണ്ടും പറയുകയാണ്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടിരുന്നു, അതെന്റെ മനസ്സിന്റെ മാത്രം ഒരു പ്രശ്നമല്ല, പിന്നെ എന്തുവാണ്, എന്റെ ശരീരത്തെയും ഒരു ഹോളിസ്റ്റിക് ആയിട്ട്, അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എന്റെ അസ്ഥികൾക്ക് സ്വസ്ഥതയില്ല. അതൊരു മെന്റൽ ആഗണി മാത്രമല്ല, എന്റെ ശരീരത്തെയും അത് വേദനപ്പെടുത്തുന്നു. ആൻഡ് സോ നൗ ഐ കൺസിഡർ സിൻ ആസ് എ ടൈഡ്. ഐ കൺസിഡർ സിൻ ആസ് എ ടൈഡ്. എന്താണ് എന്റെ ശരീരത്തെ മുഴുവൻ വിഴുങ്ങത്തക്ക രീതിയിലുള്ള ഒരു വലിയ ഒരു അനുഭവത്തിലേക്ക്, എന്റെ തലയ്ക്ക് മീതെ കവിയുന്ന ഒരു അനുഭവത്തിലേക്ക്, ഒരു ചുവട് പോലെ അത് കനമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ബോൾഡ് വന്നത് എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. സ്പിരിച്വൽ സിക്നസ്, അത് മറ്റേതിന്റെ ബാക്കിയാണ്. Depicts sin as a drowning tide, shows spiritual sickness impacts bodily health. ഇതാണ് 1-ാമത്തെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടത്. ദൈവത്തിന്റെ കോപം ഒരു ഭാരമായിട്ട് എന്റെ മേളിൽ ഇരിക്കുന്നുവല്ലോ, അതിന്റെ ഫലം ഞാനിപ്പോൾ എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ വേദനപ്പെടുകയാണ്, ഭാരപ്പെടുകയാണ്. ആൻഡ് മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്, 2-ാമത്തെ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് 5 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ. അതും ആ പാപത്തിന്റെ ഫലം തന്നെയാണ്. എന്താണ്? എന്റെ ഭോഷത്വം ഹേതുവായ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു, ഞാൻ കുനിഞ്ഞിരിക്കുന്നു, എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, ദേഹത്തിൽ സൗഖ്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി അണ്ടർലൈൻ ചെയ്യുകയാണ്. ബിക്കോസ് ഓഫ് ഓൾ ദോസ് ഡിവൈൻ ആങ്കർ, ഐ എം സഫറിങ് ഇൻ മൈ ലൈഫ് എന്ന മനുഷ്യൻ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. 5, 6, 7, 8, 9, 10 വാക്യങ്ങൾ അവസാനം, അല്ലെ? ഐ ആം ടോട്ടലി അൺഫിറ്റ് എന്നോ മിസ്ഫിറ്റ് എന്നോ ടു സ്റ്റാൻഡ് ബിഫോർ ഗോഡ് എന്നൊരർത്ഥത്തിലാണ് ഈ ആദ്യത്തെ 10 വാക്യങ്ങൾ ഈ അധ്യായത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. 11 മുതൽ 14 വരെ അതിന്റെ ആദ്യത്തേത് പറയുന്നത് അയാളുടെ ശരീരത്തിലെ പ്രശ്നങ്ങളാണെങ്കിൽ അതുമൂലം അയാൾക്കുണ്ടാവുന്ന ഒരു സോഷ്യൽ ഐസൊലേഷനെ കുറിച്ചാണ് വാസ്തവത്തിൽ അടുത്ത വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. എന്താണ്? എന്റെ സ്നേഹിതരും കൂട്ടുകാരും എന്റെ ബാധ കണ്ട് അകന്നു മാറി നിൽക്കുന്നു, എനിക്ക് ആരുമില്ല, എന്റെ ചാർച്ചക്കാർ അകന്നു നിൽക്കുന്നു. ഈവൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരിങ്ങനെ എണിവെക്കുകയാണ്. അവർ എന്നെ കുറിച്ച് അപമാനം പറയുകയാണ്, അവർ എന്നെ കുറിച്ച് ചതിവ് ചിന്തിക്കുകയാണ്. 11, 12 വാക്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തോന്നിയോ എന്ന് എനിക്കറിയില്ല. മറ്റു ചില കാര്യങ്ങൾ തോന്നേണ്ടതാണ്. എന്റെ സ്നേഹിതരും കൂട്ടുകാരും അകന്നു മാറി നിൽക്കുന്നു, എന്റെ ചാർച്ചക്കാർ അകന്നു മാറി നിൽക്കുന്നു. ഇങ്ങനെ ഒരാളെ നമുക്കറിയാം, അല്ലെ? ആരെ അറിയാം? അത് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട്, അതാണ് പറയുന്നത്, ഇറ്റ് ടിപ്പോളജിക്കലി പ്രിഫിഗേഴ്സ് ക്രൈസ്റ്റ് ഡെസേർട്ടഡ് ഓൺ ദ ക്രോസ്. നമ്മുടെ എട്ടാനുവാഴ്ചയിലെ വായനകളിൽ പറയുന്ന ഒന്നാണ്, എന്റെ സ്നേഹിതരും കൂട്ടുകാരും അകന്നു നിൽക്കുന്നു, എന്റെ ചാർച്ചക്കാർ മാറി നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് കർത്താവ് കുരിശിൽ കിടന്നതിന്റെ ഒരു മുൻകുറിയായിട്ട് പലപ്പോഴും പിതാക്കന്മാര് ഈ സങ്കീർത്തനത്തെ കാണാറുണ്ട്. പക്ഷെ ഇവിടെ ഈ പാട്ടുകാരൻ പറയുകയാണ്, ഐ എം ഓൾ അലോൺ എന്ന് പറയുകയാണ്. ആൻഡ്
ഐ ആം വൾണറബിൾ. ആർക്കും പിടിക്കത്തക്ക രീതിയിൽ അവര് കെണി വെച്ചാല് അതിൽ വീഴത്തക്ക രീതിയിൽ ഞാൻ വൾണറബിൾ ആയിരിക്കുന്നു, അല്ലെ, ആർക്കും എന്നെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ നിൽക്കുകയാണ്. എങ്കിലും 13-14 വാക്യങ്ങൾ ഞാനൊരു എക്സാം പേഴ്സ്പെക്റ്റീവിൽ നിന്ന് മാറി നിങ്ങളത് ആലോചിച്ച് നോക്കിയേ, വളരെ പേഴ്സണലായിട്ട് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ എങ്ങനെ? എന്റെ ശരീരം ക്ഷയിച്ചു, എനിക്ക് ആരുമില്ല, എന്റെ സ്നേഹിതർ അകന്നു നിൽക്കുന്നു, എന്റെ ചാർച്ചക്കാർ അകന്നു നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മനുഷ്യനിൽ ഉണ്ടാവേണ്ട വികാരം എന്താണ്? നമ്മൾ പിറുപിറുക്കാൻ തുടങ്ങും. അയ്യോ, എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല, എല്ലാവരും തള്ളിക്കളഞ്ഞു. അതാണ് ഒരു നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇത് കർത്താവിനെ ടിപ്പോളജിക്കലി പോയിന്റ് ചെയ്യുന്നെന്ന് പറയുന്ന സമയത്ത് അടുത്ത വാചകം നോക്കി, എങ്കിലും ഇതൊക്കെയാണെങ്കിലും ഞാൻ ചെകിടനെ പോലെ കേൾക്കാതെ ഇരുന്നു, വായ് തുറക്കാതെ ഊമനെ പോലെ ഇരുന്നു, കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയും ഞാൻ ആയിരുന്നു. നമ്മളതിനെ രണ്ട് രീതിയിൽ കാണുന്നു. ഒന്ന്, അയാൾ പറയുകയാണ്, ഒന്നുരിയാടത്തക്ക അർഹത എനിക്കില്ല, ഒന്നിനെയും ജസ്റ്റിഫൈ ചെയ്യാനുള്ള അർഹത എനിക്കില്ല. നമ്മൾ അതിനെയാണ് പോസ്റ്റർ ഓഫ് ഹോളി സൈലൻസ് എന്ന് പറയുന്നത്. ഒരാളുടെ കുറ്റം തിരിച്ചറിഞ്ഞു കഴിയുന്ന സമയത്ത്, അയാളുടെ കുറ്റബോധത്തിൽ അയാൾ നിറഞ്ഞു കഴിയുന്ന സമയത്ത് അയാളിൽ ഉണ്ടാവേണ്ട ഒരു വികാരമാണ്, there is nothing for me to justify myself, there is nothing for me to argue for myself. ഇതിനെല്ലാം ഞാൻ യോഗ്യനാണ് എന്ന അർത്ഥത്തിലാണ്. രണ്ട്, ഞാൻ ഒരക്ഷരം പോലും മിണ്ടില്ല. കാരണം എന്താണ്? എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ദൈവമുണ്ട്. I won't utter any single word. Why? Because I strongly believe that I have a God that he may speak on my behalf. ഈ രണ്ട് അർത്ഥത്തിൽ നമ്മൾ ഇതിനെ കാണണം. ഈ ഹോളി സൈലൻസ് എന്നൊരു വാക്കിനെ എന്തുകൊണ്ട് നമ്മൾ നിശബ്ദരായിരിക്കണമെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് വാസ്തവത്തിൽ ഇത്. Why we should remain silent amidst of all such things? Number one, I don't have the right to speak. I don't have anything to justify, to argue for myself. രണ്ട്, I believe that there is a God for me to speak on my behalf. ഇവിടെ സങ്കീർത്തനക്കാരനും അതേ അർത്ഥത്തിലാണ് പറയുക. വീണ്ടും ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്, സൈലന്റ് സെർവന്റ് ഓഫ് യാഹ്വേ. പഴയ നിയമത്തിലെ ഒരു സങ്കല്പമാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിലെ കഷ്ടപ്പെടുന്ന ദാസൻ, സഫറിംഗ് സെർവന്റ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന, അതിനെ പ്രിഫിഗർ ചെയ്യാവുന്ന ഒരു യൂസേജ് ആണ് ഇവിടെയും. കഷ്ടതയിലായിരിക്കുന്നവൻ മിണ്ടാതെ ഇരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്. സോ ദിസ് ടേൺസ് ടു ബി ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സാം, ദ പെനിറ്റൻഷ്യൽ സാം. നമ്മൾ പറയുകയാണ് ഐസൊലേഷൻ ആൻഡ് സൈലൻസ്. അതാണ് രണ്ടാമത്തെ ഭാഗം നമ്മൾ പറയുന്നത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ തേർഡ് പാർട്ട്, വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് 15 മുതലുള്ള വാക്യങ്ങൾ. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ. അതുവരെ തകർന്നിരുന്ന ഒരു മനുഷ്യൻ, ഒന്നും മിണ്ടാനില്ലാതെ മനുഷ്യൻ പറയുകയാണ്, ബട്ട് ഐ സെറ്റ് മൈ ഹോപ്പ് ഇൻ യു. യഹോവേ, നിങ്ങൾ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നീ ഉത്തരം അരുളും. നീ ഉത്തരം അരുളണമേ എന്നല്ല മനുഷ്യൻ പറയുന്നത്, അത് അയാളുടെ ഒരു അസേർഷൻ ആണ്. ഇഫ് ഐ സെറ്റ് മൈ ഹോപ്പ് ഇൻ യു, ഐ എം ഷുവർ ദാറ്റ് യു വിൽ ആൻസർ മീ, യു ആർ ഗോയിങ് ടു ആൻസർ മീ. അല്ലെ, ലോർഡ് ആൻസർ മീ എന്നല്ല അയാൾ പ്രാർത്ഥിക്കുക, അത് അയാൾ പറയുന്ന, അയാൾ വിളിച്ചു പറയുകയാണ്. നമ്മൾ അതിനെയാണ് ഈ പ്രത്യാശ എന്ന വാക്കുകൊണ്ട് പറയുന്നത്. ചെയ്യുമായിരിക്കുമെന്നല്ല, ചെയ്യുമെന്നുള്ള ഒരു വലിയ അതാണ്. ദൈവമായ കർത്താവേ, നീ ഉത്തരമരുളും പറയുകയാണ്. അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. അയാളുടെ പ്രാർത്ഥന, എന്റെ കാൽ വെഴുതുമ്പോൾ അവരുടെ നേരെ വമ്പ് പറയുമല്ലോ, ഞാൻ ഇടറി വീടുമാറായിരിക്കുന്നു, എന്റെ ദുഃഖം എപ്പോഴും ഇരിക്കുന്നു, ഞാൻ എന്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു. 18-ാമത്തെ വാക്യം എന്താണ്? ഞാൻ എന്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു. വിശുദ്ധ കുമ്പസാരം എന്ന കുദാശയെ കുറിച്ചൊക്കെയുള്ള വണ്ടർഫുൾ എക്സ്പോസിഷൻ ആണ് വാസ്തവത്തിൽ ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പോസിഷൻ. പറയുകയാണ്, അനർത്ഥത്തിലിരുന്ന മനുഷ്യൻ യഹോവയിൽ പ്രത്യാശ വെച്ചിട്ട് പറയുകയാണ്, ഞാൻ എന്റെ അകൃത്യത്തെ ഏറ്റുപറയും, എന്റെ പാപത്തെ കുറിച്ച് ഞാൻ ദുഃഖിക്കുകയാണ്. അല്ലെ, അങ്ങനെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഒരു അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ആങ്കർ ഓഫ് ഹോപ്പ് ആൻഡ് പ്ലെയിൻ കൺഫെഷൻ. ടേണിംഗ് പോയിന്റ് ആണ് ഈ അധ്യായത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതുവരെ പറഞ്ഞിരുന്ന കഥയിൽ നിന്ന് ഒരു ഷിഫ്റ്റ് ആണ് വാസ്തവത്തിൽ ഈ വാക്യത്തിൽ നടക്കുന്നത്. എവിടെ? 15-ാമത്തെ വാക്യത്തിൽ ഐ സെറ്റ് മൈ ഹോപ്പ് ഇൻ യു എന്ന്. അതോടുകൂടി ആ മനുഷ്യന് മാറ്റം ഉണ്ടാവുകയാണ്. അൺവാണിഷ്ഡ്, അൺബ്ലെമിഷ്ഡ് കൺഫെഷൻ ആണ്. വിത്ത് വി എന്നൊരു വാക്കൊക്കെ പറയാറുണ്ട്. പോട്ടെ, ഇറ്റ് ടേക്സ് ഫുൾ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി വിതൗട്ട് എനി എക്സ്ക്യൂസസ്. അയാൾ തിരിച്ചറിയാണ്, എനിക്കൊരു എക്സ്ക്യൂസും ഇല്ല. അല്ലെ, നമ്മളെപ്പോഴും പറയത്തില്ലേ, അല്ലെ, ഞാൻ എന്റെ പാപവും പേറി നിങ്ങളിലേക്ക് വരുന്നു. അല്ലെ, ഞാൻ എന്റെ പാപവും പേറി. നമ്മളെപ്പോഴും പറയേണ്ട ഒരു എക്സാമ്പിൾ ആണ്, മെറ്റഫർ ആണ്. ധൂർത്തനായ പുത്രൻ അപ്പന്റെ അടുക്കിലേക്ക് യാത്ര ചെയ്തല്ലേ. അതിനു മുമ്പ് ഒരു കൺഫെഷൻ അയാൾക്കുണ്ടായിരുന്നു, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തത്. എന്നിട്ട് അയാൾ യാത്ര ചെയ്യുന്ന സമയത്ത് പിതാക്കന്മാർ പറയാറുണ്ട്, അങ്ങോട്ട് യാത്ര ചെയ്തു പോയപ്പോൾ ആദ്യത്തെ യാത്ര ഡൗൺവേർഡ് ജേണിക്ക് അയാൾക്ക് ചുമക്കാനുണ്ടായിരുന്ന അപ്പന്റെ സ്വത്തും അയാളുടെ അഹങ്കാരവും ഒക്കെ ആയിരുന്നു.
അതൊക്കെ കൊണ്ടാണ് അയാൾ അങ്ങോട്ട് പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഈ മനുഷ്യൻ ചുവന്നുകൊണ്ട് പോകുന്നത് എന്താണ്? അയാളുടെ കുറവുകൾ മാത്രമാണ്, അയാളുടെ ബലഹീനതകൾ മാത്രമാണ്. ഈ ബലഹീനതയാണ് വാസ്തവത്തിൽ അപ്പന്റെ മുമ്പിൽ പോയി ഇറക്കി വെച്ചിട്ട് പറയുന്നത്, ഫാദർ ഐ ഹാവ് സിൻഡ് അഗെയിൻസ്റ്റ് യു എന്ന് പറയുന്നത്, അല്ലെ, ആൻഡ് ഹെവൻ എന്ന് പറയുന്നത്, നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഇതെല്ലാം തിരിച്ചറിഞ്ഞ മനുഷ്യൻ പറയുകയാണ്, ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുകയാണ്, എനിക്ക് പുകഴാൻ ഒന്നുമില്ല, നത്തിങ് ഈസ് ദെയർ എന്നിട്ട് പറയുകയാണ്. അങ്ങനെയാണ് അവസാനത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ 19-22 അർജന്റ് പ്ലീ ഫോർ ഡെലിവറൻസ് ആണ് പറയുകയാണ്, അല്ലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാചകമാണ് അവസാനത്തെ 2 വാക്യങ്ങൾ. മനുഷ്യൻ പറയണം, യഹോവേ ഒരിക്കലും എന്നെ കൈവിട്ട് കളയരുത്, എന്നോട് അകന്നിരിക്കരുത്, എന്റെ രക്ഷയായ കർത്താവേ എന്റെ സഹായത്തിന് വേഗം വരണം. എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതാണ് 19-20 വാക്യങ്ങൾ. നോക്കൂ, എന്റെ ശത്രുക്കളൊക്കെ ബലമുള്ളവരാണ്, അവർ ഒത്തിരി അധികമാണ്. ഇപ്പൊ ഞാൻ നിന്നെ പിന്തുടർന്നുകൊണ്ട് അവരെനിക്ക് പിന്നെയും തിന്മയൊക്കെ ചെയ്യുമായിരിക്കും. He acknowledges a temporary triumph of evil while remaining on the path of goodness, but he clings to God as an immediate salvation. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ആ അധ്യായം, ആ സങ്കീർത്തനം തീരുകയാണ്. ഇത് തുടങ്ങിയത് എവിടെയായിരുന്നു, അവസാനിച്ചത് എവിടെയായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ സങ്കീർത്തനത്തിന്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടങ്ങിയ സമയത്ത് ദൈവകോപത്തെ കുറിച്ച് ഭാരപ്പെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ദൈവകോപം മൂലം അയാളിൽ വന്ന പ്രശ്നങ്ങൾ, അയാളുടെ കൂട്ടുകാരോ ആരും അടുത്തില്ലാതിരുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ ഇരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തിലുള്ള പ്രത്യാശയായിരുന്നു. ആ പ്രത്യാശയോടുകൂടെ ഭയമില്ലാതെ, ശത്രുക്കൾ ഇനി എനിക്കെതിരെ വന്നാലും ഭയപ്പെടാതെ, രക്ഷയായ കർത്താവേ എന്റെ സഹായത്തിന് വേഗം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ വർത്തമാനത്തിലൂടെയാണ് ആ സങ്കീർത്തനം അവസാനിക്കുന്നത്. സോ അതാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു തിയോളജിക്കൽ മെസ്സേജ്, അതിന്റെ ഒരു ദൈവശാസ്ത്രപരമായ സന്ദേശം നമ്മുടെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ പുസ്തകം വായിക്കുന്ന സമയത്ത് ഞാനത് ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഓരോ വാക്കൊന്ന് പറഞ്ഞു പോവുകയാണ്. ഫസ്റ്റ് വൺ, അത് പാപത്തിന്റെ ഒരു സമഗ്ര പ്രഭാവം, അങ്ങനെയാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. സിൻ ഇസ്, നമ്മൾ ഇച്ചിലൂടെ പൗലോസ് ശ്ലീഹായെ കുറിച്ചൊക്കെ പറയും, പൗലോസ് എപ്പോഴും പറയുന്ന വാക്കുകളിൽ ഒന്നാണ് സിൻ ഇസ് യൂണിവേഴ്സൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും പാപം ചെയ്തു, അല്ലെ, കൊള്ളരുതാത്തവനായി തീർന്നു, നന്മ ചെയ്യുന്നവൻ ഒരുത്തനുമില്ല എന്ന് പറയുന്നതാണ് പൗലോസ് ശ്ലീഹായുടെ ഒരു ദർശനത്തിൽ സിന്നിനെ കുറിച്ച് വരിക. ഇവിടെ നോക്കൂ, സിൻ ഇസ് എ ഹോളിസ്റ്റിക് ഫോൾ അഫക്റ്റിംഗ് സോൾ, ബോഡി, മൈൻഡ് ആൻഡ് സോഷ്യൽ ബോൺസ്. അപ്പൊ ഇതിനകത്തെ പ്രധാന സന്ദേശങ്ങൾ ഒന്നിതാണ്, വെൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, വെൻ സിൻ അഫക്ട്സ് യു, വെൻ യു കമ്മിറ്റ് സം സിൻ, അത് നിങ്ങളുടെ മനസ്സിൽ മാത്രം വരുന്ന ഒന്നല്ല, it affects your soul, your body, your mind, even the social relations around you. അതിനെ നമ്മൾ കോംപ്രിഹെൻസീവ് ഇമ്പാക്ട് ഓഫ് സിൻ എന്ന് നമുക്ക് പറയേണ്ടത്. രണ്ടാമത്തേത് നമ്മൾ കാണുകയാണ് എന്ത്, സ്പിരിച്വൽ തെറാപ്പിയാണ്. എന്ത് റിപ്പന്റൻസ്, അനുതാപം എന്ന ആത്മീയ ചികിത്സ, അല്ലെ. ഈ പാപത്തിന്റെ ഫലമായിട്ട് രോഗം വരും, ആ രോഗത്തെ മാറണമെങ്കിൽ, രോഗം മാറ്റണമെങ്കിൽ നമ്മൾ ഇവിടെ കാണുകയാണ്, ഓപ്പൺ കൺഫെഷൻ ഈസ് ഇൻഎവിറ്റബിൾ. ഒരു ഏറ്റുപറച്ചിൽ, ഒരു അനുതാപം ആവശ്യമാണ്. ആൻഡ് റിക്കവറി ഈസ് ഗ്യാരണ്ടീഡ് ത്രൂ ഡിവൈൻ ഗ്രേസ്. അതാണ് റിപ്പന്റൻസ് ആസ് എ സ്പിരിച്വൽ തെറാപ്പി എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഇവിടെ കാണുന്നത് കൃപയിൽ അധിഷ്ഠിതമായ ഒരു രക്ഷയെ കുറിച്ചാണ്. രക്ഷ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ 32-ാം സങ്കീർത്തനത്തിലും ഒക്കെ കണ്ടിരുന്നതാണ്. രക്ഷ എന്ന് പറയുന്നത് അതൊരു മെറിറ്റിൽ നമുക്ക് കിട്ടേണ്ട ഒന്നല്ല, പിന്നെ എവിടെ കിട്ടേണ്ടതാണ്? ഇറ്റ്സ് എ ഗ്രേസ്. അത് കൃപയിൽ കിട്ടേണ്ടതാണ്, അത് കൃപയിൽ കിട്ടേണ്ടതാണ്, അല്ലെ. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ഗിവൺ ടു any repenter, any penitent, how? Through the grace of God. ദൈവത്തിന്റെ കൃപ മൂലം കിട്ടേണ്ടതാണ് എന്നുള്ളതാണ്. സോ കൃപയിൽ അധിഷ്ഠിതമാണ് രക്ഷ എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യം ഞാൻ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഈ സങ്കീർത്തനം നമ്മുടെ പല പ്രാർത്ഥനകളുടെയും ആരാധനയുടെയും ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കണേ. ഒരു കണ്ടംപററി റെലവൻസ് ഉണ്ട്. എന്തായിരിക്കും റെലവൻസ് എന്ന് പറയുന്നത്? ഇന്നത്തെ ഒരു കൾച്ചറൽ എപ്പോഴും നമുക്കറിയാം, ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ തന്നെ വിശ്വസിക്കുന്നത് യു ക്യാൻ എസ്കേപ്പ് ദാറ്റ് കണ്ടീഷൻ ത്രൂ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. നിങ്ങളെ തന്നെ ജസ്റ്റിഫൈ ചെയ്ത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തു കിടക്കുക എന്നുള്ളതാണ്. അവിടെയാണ് കൺഫസിങ് സിൻ എന്ന് പറയുന്നത് അതൊരു ബലഹീനതയല്ല, അതൊരു സ്ട്രെങ്ത് ആണെന്ന് വാസ്തവത്തിൽ ഈ ലെസൺ നമ്മളെ പഠിപ്പിക്കുന്നത്. സോ അതാണ് നമ്മുടെ ഈ ലെസൺ എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 1 മിനിറ്റ് നമുക്ക് ചോദിക്കാം, എന്നിട്ട് നമുക്ക് അടുത്തിലേക്ക് പോകാം. എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും 1 മിനിറ്റ് എടുക്കാമേ.
ഫീൽ ഫ്രീ ടു ആസ്ക്, ഒരു കുഴപ്പമില്ല. അറിയാവുന്നതാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആണെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാം. ഒന്നുമില്ല എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. മൂവിങ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ലെസൺ. നമ്മുടെ പുസ്തകത്തിലെ ലെസൺ 5 ആണ്. അതൊരു വാക്കുകൊണ്ട് പോലും പഠിക്കേണ്ടതാണെന്ന് പരിചയപ്പെടുത്തേണ്ടതാണോ എന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് അത് ഏത് സാമാണ്? സാം 51 ആണ്. 51-ാമത്തെ സങ്കീർത്തനമാണ്. 51-ാം സങ്കീർത്തനം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? 51-ാം സങ്കീർത്തനം എല്ലാ കൂദാശകൾക്കും മുമ്പ്. എല്ലാ കൂദാശകൾക്കും. എനി അതർ ആൻസേഴ്സ്? അത്ര ശരിയാണ്. എല്ലാ കൂദാശകൾക്കും നമ്മൾ ഉപയോഗിക്കുന്നതാണ് 51-ാം സങ്കീർത്തനം. എല്ലാ ദിവസത്തെയും സന്ധ്യാപ്രാർത്ഥനയില്, എല്ലാ ദിവസത്തെയും സന്ധ്യാപ്രാർത്ഥനയിൽ, പ്രഭാത ഓക്കെ, പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥന, എല്ലാ യാമപ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനയിലും. ഇടയ്ക്ക് ആരാണ്ട് പറഞ്ഞിരുന്നു പ്രഭാത പ്രഭാത പ്രാർത്ഥന, പ്രാർത്ഥന. അല്ലേ? നമ്മൾ പറഞ്ഞ ഉത്തരം എല്ലാം ശരിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ഓർത്തോണം, ഒരു ദിവസം തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? എ ബിലീവർ ഈസ് സപ്പോസ് ടു റിസൈഡ് സാം 51 അറ്റ് ദ ഡോൺ. തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് പ്രഭാത പ്രാർത്ഥന ആരംഭിക്കുന്നത്. അത് എല്ലാ ദിവസത്തെയും സന്ധ്യാനമസ്കാരത്തിന് നമ്മൾ ഈ ശനിയാഴ്ച ഞായറാഴ്ച സന്ധ്യക്കൊക്കെ ചൊല്ലുള്ളൂ ദൈവമേ കൃപയിൻ പ്രകാരം. അല്ലാത്ത ദിവസങ്ങളിൽ കർത്താവെ നിന്നെ ഞാൻ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന ചൊല്ലിയാണ് സന്ധ്യാനമസ്കാരം നമ്മൾ തുടങ്ങുക സാധാരണഗതിയിൽ. എന്നാൽ ഒരു പ്രഭാത പ്രാർത്ഥന എപ്പോഴും തുടങ്ങുന്ന ഏത് പ്രാർത്ഥനയിലാണ്? ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, അല്ലെ? എല്ലാ കൂദാശകളും ഉപയോഗിക്കുന്നു. എനിക്ക് തോന്നുന്നു ഓരോ വിശ്വാസിക്കും അത് അതാത് ദിവസത്തിൽ ഭംഗിയായി ജീവിക്കുവാൻ ധൈര്യം കൊടുക്കുന്ന ഒന്നാണ് ദാവീദിന്റെ ഈ പ്രാർത്ഥന. ഞാനതിപ്പോ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും, എനിക്കൊന്ന് കുറെ പേരൊക്കെ അല്ലാതെ യൂട്യൂബിലും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്നെ ഈ ക്ലാസ് കേട്ടിട്ട് പല ആളുകളും അച്ഛന് വയ്യായെന്ന് ചോദിച്ച് എന്നെ വിളിക്കുകയുണ്ടായി, അല്ലാതെ പുറത്തൊക്കെയുള്ള ആളുകൾ. അപ്പം അതിനർത്ഥം ഒത്തിരി പേര് ക്ലാസ് കേട്ടു എന്നുള്ളതാണ്. ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ ഹൃദയത്തിൽ ഓർത്തുകൊള്ളണം, എല്ലാ ദിവസവും നമ്മൾ രാവിലെ പലപ്പോഴും കുരിശ് വരച്ചിട്ട് നമ്മുടെ ദിവസം തുടങ്ങുന്ന ഒരു ശീലം അറിയാതെ നമ്മൾ ചിലർക്കെങ്കിലും ഉണ്ട്. നമ്മുടെ രാവിലത്തെ പ്രാർത്ഥന ഏതിൽ ഒതുക്കും? ഒരു കുരിശുവരയിൽ പലപ്പോഴും നമ്മൾ ഒതുക്കാറുണ്ട്. അങ്ങനെ ആവരുത്. നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രഭാത പ്രാർത്ഥനയിലെ കൗമായുടെയും അല്ലെങ്കിൽ രാത്രി പ്രാർത്ഥനയുടെ ശേഷവും, അല്ലെ, ഉറക്കമില്ലാത്തവരുള്ളവരായ കർത്താവേയും അല്ലെങ്കിൽ മാലാഖമാർ റസൂലിനും ഒക്കെ ശേഷം നിർബന്ധമായിട്ടും ഈ 51-ാം സങ്കീർത്തനം നമ്മൾ ആദ്യം കുറെ കാലം നോക്കി ചൊല്ലിയാൽ മതി. കുറെ കഴിയുമ്പോൾ നമുക്ക് തന്നെ യൂസ് ടു ആവും. കാരണം എന്തുകൊണ്ടാണ്? അനുതാപ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് വിചാരിക്കാവുന്ന സങ്കീർത്തനമാണ്. പലപ്പോഴും പറയാറുണ്ട്, ദിസ് ഈസ് ദ സെൻട്രൽ പില്ലർ ഓഫ് ദ 7 പെനിറ്റൻഷ്യൽ സാംസ്. എന്തുകൊണ്ടായിരിക്കും? ഏറ്റവും തിമാറ്റിക്കലി ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നുള്ളത് ഒരു കാരണമാണ്. മറ്റൊന്ന് സെന്റർ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? എത്ര സങ്കീർത്തനങ്ങളുണ്ട് എല്ലാം കൂടെ? 7 ഉണ്ട്. അല്ല, അനുതാപ സങ്കീർത്തനങ്ങൾ 7 ഉണ്ട്. ഈ സങ്കീർത്തനം എത്രാമത്തെയാണ്? നാലാമത്തെയാണ്. അതുകൊണ്ടാണ് അതിന് സെന്റർ എന്ന് പറയുന്നത്. മുമ്പിൽ 3 ഉണ്ട്, പിന്നിലും 3 ഉണ്ട്, പുറകിലും 3 ഉണ്ട്. അതുകൊണ്ടുകൂടെയാവാം സ്ട്രക്ചറലി നമ്മൾ വായിക്കുമ്പോൾ. സോ എനിവേസ്, ദ സെൻട്രൽ പില്ലർ ഓഫ് ദ 7 പെനിറ്റൻഷ്യൽ സാംസ് ആൻഡ് ഇറ്റ്സ് പ്രേഡ് ഡെയിലി ഇൻ കാനോനിക്കൽ അവേഴ്സ്. ശിവ നമസ്കാരം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. പക്ഷെ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ തുടങ്ങുമ്പോൾ അത് ചൊല്ലണം. ഈ സങ്കീർത്തനത്തിന്റെ ടൈറ്റിൽ, നമ്മൾ ഈ സങ്കീർത്തനങ്ങളുടെ ടൈറ്റിൽ വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദാറ്റ് സാം എന്ന് മനസ്സിലാക്കുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ ടൈറ്റിൽ എന്തായിരിക്കും? നമുക്കറിയാവുന്നതാണ്. എന്താ? നാഥാൻ, അല്ലെ, ബത്ശേബായുടെ അടുക്കലേക്ക് ദാവീദ് പോയതിനു ശേഷം നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ പാടിയ പാട്ട്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നമുക്ക് കിട്ടി. എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്? ദാവീദ് തന്റെ ദാസനായ അല്ലെങ്കിൽ തന്റെ സേനാ നായകനായ നയമാന്റെ ഭാര്യ ബത്ശേബായോട് മോശമായി പെരുമാറി കഴിഞ്ഞു, അല്ലെങ്കിൽ ഉരിയാവിനെ കൊന്നതിന് ശേഷം നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ മുൻപിൽ പോയി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിക്കുക. എന്താണ് ആ വാക്ക്? ആ മനുഷ്യൻ നീ തന്നെ. ഏത് മനുഷ്യനാണ്? ഊരിയാവിനെ കൊന്ന മനുഷ്യൻ. ഊരിയാവിനെ കൊന്ന മനുഷ്യനെന്നല്ല വാസ്തവത്തിൽ പറയുന്നത്. നാഥാൻ ഒരു ഉപമ പറയുകയാണ്. ഒരു മനുഷ്യന് ഏറെ ആടുകൾ ഉണ്ടായിരുന്നു,
ആ ആടുകളെല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ, അല്ലെ, ആരാണ്ട് വിരുന്നുകാർ വന്നപ്പം തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരാട് മാത്രം ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ ആടിനെ പോയി കൊന്ന് ആ ആടിനെയും കൊണ്ട് നല്ല മട്ടൺ സ്റ്റൂ വെച്ച് ഈ ആൾക്ക് കൊടുത്തു, വിരുന്നുകാർക്ക് കൊടുത്തു. ദാവീദിന് ദേഷ്യം വന്നു. എന്റെ രാജ്യത്ത് അങ്ങനെയോ? എന്റെ രാജ്യത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുവോ? ദാവീദ് ചോദിച്ചു, ആരാണത്? അതിന്റെ ഉത്തരവാണ് നാഥാൻ പറയുന്നത്. എന്ത്? യു ആർ ദാറ്റ് മാൻ, യു ആർ ദ മാൻ, യു ആർ ദ മാൻ. നീയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ദാവീദിന്റെ ഹൃദയത്തെ കലക്കിക്കളഞ്ഞ, പിടിച്ചു കുലുക്കി കളഞ്ഞ വാക്കാണ് നാഥാന്റെ ആ അഭിസംബോധന. നീയാണ് ആ മനുഷ്യൻ എന്ന് പറയുന്നത്, ആ മനുഷ്യൻ നീയാണെന്ന് പറയുന്നത്. അതിന്റെ ബാക്കിപത്രമാണ് വാസ്തവത്തിൽ 51 സങ്കീർത്തനം എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനം വായിക്കുന്ന സമയത്ത് ഒരു കുറ്റത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് അയാൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്, നമുക്കറിയാം. പക്ഷെ ആ സങ്കീർത്തനം അവസാനിക്കുമ്പോഴേക്കും ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ, ഇംഗ്ലീഷിൽ നിങ്ങൾ മെറ്റാമോർഫോസിസ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ? മെറ്റാമോർഫോസിസ്, അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ അല്ലെ? ശരിക്കും ഈ മെറ്റാമോർഫോസിസ് എന്ന വാക്കെന്ന് പറഞ്ഞാല് ഒരു കുഞ്ഞു പുഴു, ഒരു ചെറിയ പുഴു പതുക്കെ അതൊരു ബട്ടർഫ്ലൈ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് പോലെ അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലേ? ഒരു ചെറിയ പുഴു ഒരു ബട്ടർഫ്ലൈ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മൾ കാണുന്നതാണ് ഹി പ്ലീഡ്സ് ഫോർ എ ടോട്ടൽ ഇന്നർ ട്രാൻസ്ഫോർമേഷൻ. ഇതാണ് വാസ്തവത്തിൽ ഈ പുസ്തകത്തിൽ നമ്മൾ, ഈ അധ്യായത്തിൽ, ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ ഒരു ടാഗ് ലൈൻ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഹൃദയഭേദക പ്രാർത്ഥന എന്നൊക്കെയാണ്. എ ഹാർട്ട് ടച്ചിങ് പ്രയർ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ബുക്കിനകത്ത് ഈ പുസ്തകത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പോസിഷൻ ഇല്ല. പക്ഷെ ഞാൻ അതൊന്ന് എഴുതിയപ്പോ ഓരോ വാക്കിൽ ഞാനൊന്ന് പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു നിമിഷം, ഞാനതൊരു അതൊരു പഴയ സ്ലൈഡായി പോയി. ശ്രമിക്കുന്നുണ്ട്. ഞാനിതൊന്ന് ഒരു AI വെച്ചൊന്ന് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. വലിയ കാര്യമൊന്നുമില്ല, പടങ്ങളൊന്നും കണ്ട് തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. പെട്ടെന്ന് പറഞ്ഞു പോവാണേ. 1 മുതൽ 5 വരെയുള്ള വാക്കുകൾ നമുക്കറിയാവുന്നതാണ്. ദൈവമേ, കൃപയിൻ പ്രകാരം അല്ലെങ്കിൽ ദയയ്ക്ക് തക്കവണ്ണം കരുണ ചെയ്യണമേ, കരുണയുടെ ബഹുത്വം പ്രകാരം ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. നമ്മുടെ പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഓരോ വാക്ക് ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ദാവീദ് വാസ്തവത്തിൽ ദൈവത്തോട് അപേക്ഷിക്കുന്നത് ദൈവത്തിന്റെ സ്വാഭാവികമായ ഒരു ദയയുണ്ട്, ഒരു സ്നേഹമുണ്ട്. നമ്മളതിനെ കവനന്റൽ ലവ് എന്നൊക്കെ പലപ്പോഴും പറയും അല്ലെ? ഉടമ്പടിയുടെ സ്നേഹം എന്നൊക്കെ പറയാറുണ്ട്. മുമ്പേ നമ്മൾ കഴിഞ്ഞിട്ടില്ലേ? അത് തന്നെയാണ് കരുണ, ഹസ്സേദ് എന്നൊക്കെ വാക്കൊക്കെ ഉള്ളത്. പോട്ടെ. അപ്പം ദാവീദ് ദൈവത്തോട് പറയുകയാണ്, എനിക്ക് യാചിക്കാൻ ഉള്ള അതൊന്നുമില്ല, അതിനുള്ള അർഹതയൊന്നുമില്ല. നിന്റെ ദയ പോലെ അല്ലെ, നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണം. ആ കരുണയുടെ ബഹുത്വം പ്രകാരം എന്റെ ലംഘനങ്ങളെ എന്ത് ചെയ്യണം? മായ്ച്ചു കളയണം. അടുത്ത വാചകം കൂടെ വായിക്കണം. വാഷ് മീ തറാവലി, എന്നെ നന്നായി കഴുകണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കവാസ് എന്നൊരു വാക്കാണ്. എന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ശരിക്കും ഒരു തുണി നല്ല ഒരു കല്ലിലൊക്കെ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് നല്ലതായിട്ട് നമ്മൾ കഴുകില്ലേ, നല്ല വൃത്തിയായിട്ട് കഴുകത്തില്ലേ എന്ന് പറഞ്ഞ പോലെ പറയുന്നത് ഡീപ് സ്പിരിച്വൽ ക്ലെൻസിങ് ലൈക്ക് ദ വിഗറസ് സ്ക്രബിംഗ് ഓഫ് ഹെവി ലോണ്ട്രി. അതായത് പുറത്തെ ചെളിയൊന്നും പോയാൽ പോരാ, പുറമേയുള്ള ചെളിയൊന്നും പോയാൽ പോരാ, എന്റെ ഉള്ളിൽ ചെളി നിറഞ്ഞിരിക്കുന്ന കർത്താവേ, നിന്റെ ആ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കരുണ ചെയ്യണമേ. ഇത് പറയുകയാണ്, ഞാൻ എന്റെ ലംഘനങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഐ അഡ്മിറ്റ് ഓൾ ദി സിൻസ് അല്ലെ? ഞാൻ പാപം ചെയ്തത് ആരോടാണ്? നിന്നോടാണ് ഞാൻ പാപം ചെയ്തത്. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ഇത് പറയുകയാണ്, സ്വഭാവത്തിൽ തന്നെ ഞാൻ പാപം ചെയ്യാൻ സാധ്യതയുള്ളവനാണ് ആണ് പറയുന്നത്. ആ പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ ആഡമിക് സിൻ ഫോൾസ് ഓൺ മൈ റേസ്. ഈവൻ എന്റെ മനുഷ്യകുലത്തിൽ തന്നെ ഈ പാപം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ദൈവമേ, നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ, അതാണ് പ്ലീ ഫോർ മേഴ്സി ആൻഡ് കൺഫെഷൻ. ഈ ടൈറ്റില് നമ്മുടെ പുസ്തകത്തിലുണ്ട്. അതിന്റെ ഒരു എക്സ്പോസിഷൻ ഞാനത് അങ്ങനെ ഒന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആഴത്തിലുള്ള ഒരു പശ്ചാത്താപമാണ് നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് കാണുന്നത്. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഇന്നർ ട്രൂത്ത് ഓവർ ഔട്ട്വേർഡ് റിച്വൽ. ഞാനത് പറഞ്ഞിരുന്നു. ആന്തരിക ശുദ്ധീകരണത്തിനുള്ള ഒരു അപേക്ഷയാണ് ആന്തരിക ശുദ്ധീകരണം അല്ലെ? പറയുകയാണ്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം. ഞാൻ അല്പം ഒന്ന് പേഴ്സണൽ ആവുകയാണെ. നമ്മളൊന്ന് ആലോചിച്ച് ചോദിക്കുക. നമ്മളൊക്കെ ഈ പലപ്പോഴും ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കും
അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഭംഗിയായി ജീവിക്കാൻ ആഗ്രഹിക്കും. ഇതൊക്കെ നമ്മുടെ സ്വാഭാവിക ആഗ്രഹങ്ങൾ അല്ലേ? പക്ഷെ പലപ്പോഴും നമുക്കൊരു ഇന്നർ നോളജ് ഈ കാര്യങ്ങളെ കുറിച്ച് ഉണ്ടാവുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം. ഇതിലൊരു പാത്രം ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നത് പോലെ വെള്ളം വീഴുന്നുണ്ട്, പാത്രം നനയുന്നുണ്ട് അല്ലേ? പക്ഷെ പാത്രത്തിനകത്തേക്ക് ഇത് അതാണ് ഈ മനുഷ്യനും പറയുന്നത്. അന്തർഭാഗത്തിലെ ഇന്നർ ട്രൂത്ത് is what you desire, അല്ലേ? So God help me in that, teach me that inner wisdom എന്ന് വാസ്തവത്തിൽ ഈ മനുഷ്യൻ പറയുകയാണ്. വീണ്ടും പറയുകയാണ്, ഞാൻ നിർമ്മലനാകേണ്ടതിന്, അല്ലെ, മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ സോപ്പ് കൊണ്ട് എന്നെ തളിക്കണം, ഞാൻ ഹിമത്തേക്ക് വെളുക്കേണ്ടതിന് എന്നെ നീ കഴുകണം. കർത്താവിന്റെ രക്തം പാപികളുടെ മേൽ വീണതുപോലെ പലപ്പോഴും ഇതൊരു ഈ സോപ്പ് എന്നൊരു വാക്ക് കർത്താവിന്റെ രക്തത്തിന്റെ ഒരു പ്രിഫിഗർ ആയിട്ടൊക്കെ പലപ്പോഴും എടുക്കാറുണ്ട്. എന്തായാലും ഈ മനുഷ്യനും അത് തന്നെയാണ് പറയുക, എന്നെ നീ തളിച്ച് നീ വെളുപ്പാക്കണം. എന്റെ ഹൃദയത്തെ, അല്ലെ, എന്റെ അകൃത്യങ്ങളെ ഒക്കെ ഒന്ന് മായിച്ച്, പുറമേയുള്ള ഒരു ഔട്ട്വേർഡ് റിച്വലോ പുറമേയുള്ള ചടങ്ങുകളോ ഒന്നുമല്ല, എനിക്ക് ആന്തരികമായ ഒരു സത്യം കൊണ്ട് എന്നെ ക്രമീകരിക്കണമെന്ന് ഈ മനുഷ്യൻ പറയുകയാണ്. 10-12 വാക്യങ്ങൾ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണം. വാസ്തവത്തിൽ അവിടെ ഈ സൃഷ്ടിക്കുക എന്നുള്ളതിന് ബറ എന്നൊരു വാക്കാണ്. ബറ, ആ വാക്കൊക്കെ വളരെ അർത്ഥമുള്ള വാക്കുകളാണ്. ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, സൃഷ്ടിച്ച് ഉണ്ടാകട്ടെ, അല്ലെ? നമ്മൾ അതിനെ പലപ്പോഴും പറയുന്ന വാക്കുകളിൽ ഒന്നാണ്, ഒരു തിയോളജിക്കൽ ടേമാണ് ക്രിയേഷൻ എക്സ് നിഹിലോ എന്നൊക്കെ പറയും. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചതുപോലെ ഇവിടെ ഈ മനുഷ്യൻ പറയുകയാണ്, ക്രിയേറ്റ് ഇൻ മീ എ പ്യൂർ ഹാർട്ട്, അല്ലെ, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. അതിനർത്ഥം എന്തായിരിക്കും? ഞാനിപ്പോ ഇരിക്കുന്നത് ടോട്ടൽ ഇഗ്നോറൻസിലോ ടോട്ടൽ ഡാർക്ക്നെസ്സിലോ ഒക്കെയാണ്. ഒന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ആരിടപെടണം? അന്ന് ദൈവം സൃഷ്ടിച്ചെടുത്തതുപോലെ യു ഷുഡ് ക്രിയേറ്റ് എ ന്യൂ ഹാർട്ട് ഫ്രം ദാറ്റ് നത്തിങ്നെസ്. ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കണമേ എന്ന് പറയുകയാണ് അല്ലെ? ഈ അനുതാപിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് 11-12 വാക്യങ്ങൾ കാണുന്നത്. ദൈവമേ, നിന്റെ സന്നദ്ധിയിൽ നിന്ന് തള്ളിക്കളയരുത്. ബ്രാദർ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരണമേ എന്ന് പറയും. നമ്മൾ ഇതിനെയാണ് ഒരു മൂന്നാമത്തെ ഒരു ഭാഗമായിട്ട്, ഒരു പുതുക്കപ്പെട്ട ഒരു ജീവിത വാഗ്ദാനം ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ഒന്നാമത് നമ്മൾ കണ്ടത് ആഴത്തിലുള്ള പശ്ചാത്താപത്തെ കുറിച്ചാണ്. രണ്ടാമത് കണ്ടത് ഒരു ഇന്നർ ട്രൂത്ത്, ഇന്നർ പ്യൂരിഫിക്കേഷനെ കുറിച്ചാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് ഒരു പുതുക്കപ്പെട്ട ജീവിത വാഗ്ദാനം, ഒരു ഡിവൈൻ റിക്രിയേഷൻ. ക്രിയേറ്റഡ് ആയിരുന്നു, എല്ലാം കളഞ്ഞു, റിക്രിയേറ്റ് ഇൻ മീ എ ന്യൂ എന്നാണ് പറയുക. എന്റെ ബാക്കി അടുത്ത 2 ഭാഗങ്ങളുടെ ഞാൻ വെക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ മുമ്പോട്ട് വെക്കുന്ന ഒരു ഓഫറും ഉണ്ട് ദൈവസന്നദ്ധയിലേക്ക്. എന്താണ്? ഞാൻ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഐ വിൽ ബി യുവർ ആക്റ്റീവ് വിറ്റ്നസ്. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്നെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയുമെന്നാണ് പറയുന്നത്. അപ്പം എന്റെ ജീവിതം ഞാൻ മറ്റു പലരുടെയും മുൻപിൽ ഒരു ഗൈഡായിട്ട് തുറന്നു വെക്കും. അതായത് വിറ്റ്നസ് ഫോളോസ് ഫ്രം റെസ്റ്റോറേഷൻ. വീണ്ടെടുക്കപ്പെട്ടവൻ ആരായിട്ട് മാറണം? സാക്ഷിയായിട്ട് മാറണം. സാക്ഷിയായിട്ട് മാറണം. അയാൾ ഒരു ഉറപ്പ് പറയുകയാണ്, അല്ലെ, ദൈവം അർഹിക്കുന്ന യാഗം എന്ന് പറഞ്ഞത് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഒരു മനസ്സാണ്. അത് നീ ഒരിക്കലും he does not despise a broken and contrite spirit, contrite heart എന്ന് ഈ മനുഷ്യൻ പറയുകയാണ്. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കില്ല എന്ന് മനുഷ്യൻ പറയുകയാണ്. അങ്ങനെ അവസാനിക്കുന്ന സമയത്ത് എന്റെ ഒരു വീണ്ടെടുപ്പ് ആരുടെ വീണ്ടെടുപ്പായിട്ട് മാറുകയാണ്? ഞങ്ങളുടെ ദേശത്തിന്റെ കമ്മ്യൂണൽ ബ്ലെസ്സിംഗ് ആണ്. കമ്മ്യൂണൽ ബ്ലെസ്സിംഗ്. നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണം, യെരൂശലേമിന്റെ മതിലുകളെ പണിയണം, നീതിബലികളിലും ഹോമബലികളിലും ഞങ്ങൾ കാളകളെ അർപ്പിക്കുമെന്ന് പറയുന്ന, അല്ലെ? ആലോചിച്ച് നോക്കൂ, ദാവീദ് ഒറ്റയ്ക്ക് ചെയ്തൊരു പാപമാണ്. അയാളുടെ ഏകമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, ഇറ്റ് വൈഡൻസ് ഇൻ ടു പ്രയർ ഫോർ ദ എൻറ്റയർ ചർച്ച്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ, വ്യക്തി മാനസാന്തരപ്പെട്ടാൽ, വ്യക്തി രക്ഷപ്പെട്ടാൽ സമൂഹം രക്ഷപ്പെടുമെന്ന് നമ്മൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വിശ്വാസി രക്ഷപ്പെട്ടാൽ അത് സഭയുടെയും സമൂഹത്തിന്റെയും എല്ലാറ്റിന്റെയും പരിവർത്തനത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള വളരെ തിയോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് വാസ്തവത്തിൽ 51-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. തീമാറ്റിക്കലി ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ പുസ്തകത്തിനകത്ത് ഒരു പ്രധാന സന്ദേശങ്ങളായി നൽകുന്ന 4 കാര്യങ്ങളുണ്ട്.
അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്പർ 1, ട്രൂ റിപ്പന്റൻസ്. എന്താണ്? ദൈവസന്നിധിയിലേക്ക് തകർന്ന ഹൃദയത്തോടെ വരുന്നവന്, അല്ലെ അവന്റെ പാപത്തിന്റെ ആഴം മനസ്സിലാക്കി വരണം എന്നുള്ളൊരു സന്ദേശമാണ് ഒന്നാമത്തേത്. 2, ദൈവത്തിന്റെ അതിരില്ലാത്ത കരുണ, ബൗണ്ട്ലെസ് മേഴ്സി. ദൈവത്തിന്റെ കരുണയ്ക്ക് അതിരില്ല. എത്ര പാപം ചെയ്താലും, അല്ലെ, വീണ്ടും വലിയ പാപമാണ് അവൻ ചെയ്ത പാപങ്ങൾ, കൊലപാതകവും വ്യഭിചാരവുമാണ് വാസ്തവത്തിൽ. ആ മഹാപാപങ്ങൾ ചെയ്തവനെയും തിരികെ സ്വീകരിക്കുന്ന ഒരു ദൈവ കരുണയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3, നമ്മൾ പറയുകയാണ് ഉള്ളിലുള്ള വിശുദ്ധിയാണ് യഥാർത്ഥ യാഗം. ഇന്നർ പ്യൂരിറ്റി ഇസ് ദ ട്രൂ സാക്രിഫൈസ്. പുറമേയുള്ള ചടങ്ങുകളോ ആചാരങ്ങളോ അല്ല, മറിച്ച് റിന്യൂഡ് ഹാർട്ട്, നമ്മൾ പറഞ്ഞതുപോലെ, ആൻഡ് എ റൈച്വസ് സ്പിരിറ്റ്. 4-മത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ബി എ ലൈറ്റ് ടു അതേഴ്സ്. നമുക്കിത് കിട്ടിക്കഴിഞ്ഞാലോ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായിട്ട് നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പുസ്തകത്തിൽ ഇല്ലെങ്കിലും 5-മത്തെ ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് എഴുതി ചേർക്കാം. എന്താണ് നമ്മൾ ഈ കണ്ടെടുത്തതിൽ നിന്ന്? ഇൻഡിവിജ്വൽ റെസ്റ്റോറേഷൻ ലീഡ്സ് ടു കമ്മ്യൂണിറ്റി ഫോർമേഷൻ, അല്ലെ? ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ബിൽഡിംഗ് അപ്പിലേക്കാണ് 5-മത്തെ ഒരു ആശയം വരിക എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ഓക്കെ, നമ്മുടെ പുസ്തകത്തിൽ ഒരു നിമിഷം, റോഡിൽ കൂടെ ഒരു അനൗൺസ്മെന്റ് പോകുന്നുണ്ടേ, ഒരു നിമിഷം. യാ, 51-ാം സങ്കീർത്തനം നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട സങ്കീർത്തനമാണെന്ന് നമ്മൾ പറയുകയുണ്ടായല്ലോ. ഈ 51-ാം സങ്കീർത്തനം ഏറെ പിതാക്കന്മാർ ചർച്ച ചെയ്തിട്ടുള്ളതും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതുമാണ്. നിങ്ങൾ നിങ്ങളുടെ എക്സാം പെർസ്പെക്റ്റീവ് നിർബന്ധമായിട്ട് നമ്മൾ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഈ സങ്കീർത്തനങ്ങൾ നിങ്ങളത് ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ ഈ റെഫറൻസുകൾ ശ്രദ്ധിക്കണമേ എന്ന് ഓർക്കുകയാണ്. ചിലപ്പോൾ ചോദിക്കും ഇന്ന പിതാവ് എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന പിതാവ് ആരാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്തു വേണം. ദ ഫസ്റ്റ് വൺ ഈസ് സെയിന്റ് അത്തനേഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ ആണ്. അലക്സാൻഡ്രിയയിലെ അത്തനാസിയോസ് എന്ന് പറയുന്ന പിതാവാണ്. അദ്ദേഹം ഈ പ്രാർത്ഥനയെ വിളിക്കുന്നത് ഒരു മോഡൽ പ്രയർ എന്നാണ്, മാതൃകാ പ്രാർത്ഥന എന്നാണ് വിളിക്കുക. മാതൃകാ പ്രാർത്ഥന, അതായത് ശുദ്ധഹൃദയം എന്ന് സൃഷ്ടിക്കണമെന്നുള്ളത് മനുഷ്യന് സ്വയമായിട്ട് സാധിക്കുന്ന ഒന്നല്ല. അദ്ദേഹം പറയുകയാണ് സൃഷ്ടിയും പുതുക്കലും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. മേലെ എഴുതിയിട്ടുണ്ട്, അല്ലെ? ക്രിയേഷൻ ആൻഡ് റിന്യൂവൽ ആൻഡ് ഓൾ സച്ച് ആക്ട്സ് ആർ ദ വർക്ക് ഓഫ് ഗോഡ്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് അവിടെ പറയുക. രണ്ടാമത്തേത് സെയിന്റ് ജോൺ ക്രിസോസ്റ്റം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന, അല്ലെങ്കിൽ മലയാളത്തിൽ സ്വർണ്ണനാവുകാരനായ മാർ യുവാനിയോസ് എന്ന് വിളിക്കുന്ന ഒരു പിതാവാണ്. അദ്ദേഹം ഈ പാപം ഒളിച്ചു വെക്കാതെ തുറന്നു പറയുന്ന ദാവീദ്. ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലായിരുന്നോ? സോറി. രണ്ടാമത്തെ പിതാവ് സെയിന്റ് ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന ഒരു പിതാവാണ്. അഥവാ മലയാളത്തിൽ നമ്മൾ സ്വർണ്ണനാവുകാരനായ യുവാനിയോസ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദാവീദ് പാപം ഏറ്റു പറഞ്ഞു എന്നുള്ളത്, അതിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുക. He emphasizes that David confessed his sin openly without concealing it. And he considers Psalm 51 as the true model for genuine repentance. ഇത് പറയുകയാണ്, confessing sin openly, placing hope in God's mercy and making the decision to bring about change in life. ഇത്രയും കാര്യങ്ങൾ വേണമെന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായിട്ട് ഊന്നി പറയുക. സോ 51-ാം സങ്കീർത്തനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പിതാക്കന്മാർ ആരെന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പാപങ്ങൾ തുറന്നു പറയണമെന്ന് പറഞ്ഞ ദാവീദിന്റെ മാതൃകയിലാവണമെന്ന് പറഞ്ഞത് ആരെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴത് ഓർത്തുകൊള്ളുക. സെന്റ് ഓഗസ്റ്റിൻ, വിശുദ്ധ അഗസ്തീനോസ് എന്ന് പറയുന്ന ഒരു പിതാവുണ്ടല്ലോ, അദ്ദേഹം പറയുന്നത് റിന്യൂവൽ എന്ന് പറയുന്നത്, ദ റിന്യൂവൽ ഈസ് ഗോഡ് റേസിംഗ് അപ്പ് ദ ന്യൂ മാൻ ബൈ പുട്ടിംഗ് ദ ഓൾഡ് മാൻ ടു ഡെത്ത്. പഴയ മനുഷ്യനെ മരിപ്പിച്ച് പുതിയ മനുഷ്യനെ ഉയർത്തുന്നതാണ് പുതുക്കലെന്ന് സെന്റ് ഓഗസ്റ്റീൻ എന്ന് പറയുന്ന പിതാവ് പറയുന്നുണ്ട്. സെന്റ് ബേസിൽ ദ ഗ്രേറ്റ്, വലിയ മാർ ബെസേലിയോസ് എന്ന് നമ്മൾ വിളിക്കുന്ന പിതാവ്, കപ്പദോക്യൻ പിതാവാണ്. അദ്ദേഹം പറയുന്നത് യഥാർത്ഥ അനുതാപം എന്ന് പറയുന്നത് പുറമേയുള്ള കണ്ണുനീരല്ല, ഉള്ളിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്, ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് വലിയ മാർ ബെസേലിയോസ് എന്ന പിതാവ് പറയുന്നുണ്ട്. എന്റെ ഇംഗ്ലീഷ് മലയാളം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് കിട്ടുന്ന സമയം നിങ്ങൾക്ക് ഡീറ്റെയിൽ അത് നോക്കാനായിട്ട് സാധിക്കും. സോറി,
നോക്കാനായിട്ട് സാധിക്കും. യെരുശലേമിലെ വിശുദ്ധ കൂറിലോസ് എന്ന് പറയുന്ന പിതാവ്, അദ്ദേഹം ഈ 51-ാം സങ്കീർത്തനത്തെ കുംഭസാരത്തിന്റെയും മാമോദീസയുടെയും ഒക്കെ കോണ്ടെക്സ്റ്റിലാണ് പലപ്പോഴും വായിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് Psalm 51 is a symbol of baptism, confession and renewal എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈസോപ്പ് കൊണ്ട് ശുദ്ധീകരിക്കണമേ എന്ന് പറയുന്ന ആ പഴയ നിയമ ഇമേജ് അത് പുതിയ നിയമത്തിലെ ഒരു സ്പിരിച്വൽ പ്യൂരിഫിക്കേഷനെ കുറിച്ചുള്ളതാണെന്ന് ഈ യെരുശലേമിലെ കൂറിലോസ് എന്ന് പറയുന്ന പിതാവ് പറയുന്നു. അവസാനം കപ്പദോക്യൻ പിതാവായ ഗ്രിഗറി ഓഫ് നാസിയാൻസിസ്, വലിയ പിതാവാണ്, അദ്ദേഹവും പറയുന്നത് ശുദ്ധീകരണത്തിന്റെ ഒരു യാത്രയാണ് ദാവീദിന്റെ പ്രാർത്ഥന എന്നാണ്. ദൈവകൃപയ്ക്ക് മാത്രമേ യഥാർത്ഥ ആനന്ദം തിരികെ നൽകാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 5-6 പിതാക്കന്മാരെ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അതിന് എളുപ്പമാർഗമൊന്നുമില്ല. ഒരു പഠിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കുക. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് Psalm 51. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ഒരിക്കൽ കൂടെ ഓർത്തിരുന്നുകൊള്ളുക. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്, അതൊരു പില്ലറാണ് നമ്മൾ പറഞ്ഞു. നീയാണ് ആ മനുഷ്യരെന്ന ദാഥാന്റെ പ്രഖ്യാപനത്തിന്റെ മറുപടിയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ 4 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് പ്ലീ ഫോർ മേഴ്സി ആൻഡ് കൺഫെഷൻ എന്നുള്ളതാണ്. പിന്നെ കഴുകി ശുദ്ധിയാക്കണമേ എന്നുള്ള ഏറ്റുപറച്ചിലാണ് ഒന്നാമത്. 2 ഉള്ളിലെ ശുദ്ധിയാണ് പുറമേ ഉള്ളതിനേക്കാളും പ്രധാനമെന്ന് പറഞ്ഞു. 3 ഒരു പുതുക്കം, റിക്രിയേഷനെ കുറിച്ചുള്ള വലിയ പ്രാർത്ഥനകൾ കാണുന്നുണ്ട്. 4 നമ്മൾ കണ്ടതാണ് ഒരു ആക്റ്റീവ് വിറ്റ്നസ്, റെസ്റ്റോറിംഗ് ലീഡ്സ് ടു വിറ്റ്നസിംഗ് എന്നുള്ളൊരു ആശയമാണ്. അവസാനം ഒരു കമ്മ്യൂണിയൽ ബ്ലെസ്സിംഗ് എന്നുള്ള അർത്ഥത്തിലുമാണ്. അതിന്റെ ടേക്ക് അവേസ് 4 പുസ്തകത്തിലുണ്ട്. അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. പിതാക്കന്മാർ പറഞ്ഞ വാക്കുകളും ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കുകയും ചെയ്യുക. ഇതാണ് 51-ാം സങ്കീർത്തനം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു നിമിഷം ചോദിക്കാം. അടുത്തതിലേക്ക് പോകണോ? അടുത്ത ദിവസം മതിയോ? What was the plan? അടുത്ത ദിവസത്തേക്ക് ഞാൻ ഇച്ചിരി ടയർഡാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് എടുക്കാമെങ്കിൽ ഓക്കെയാണ്. Okay. ഞാൻ പ്രിപ്പയർഡ് ആണ്, ബട്ട് സ്റ്റിൽ അത് മതി അച്ഛാ. ഓക്കെ. സോ ഈ 2 സങ്കീർത്തനം ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞില്ല. ഞാനത് അച്ഛന്റെ ഗ്രൂപ്പിലേക്ക് ഇട്ടുകൊള്ളാം. അച്ഛൻ ഇട്ട് കൊടുത്തോളാം, അനീഷ് അച്ഛൻ ഇട്ട് കൊടുത്തോളാം. അച്ഛൻ നിങ്ങൾക്ക് തരുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ബിസി സ്കെഡ്യൂൾ ആയിരുന്നു. വയ്യാതിരിക്കുകയാണെങ്കിലും ഒരു പേര് വരികയും കാണുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെയ്ത് തീർന്നില്ല പണി. അതുകൊണ്ട് ഐ സെൻഡ് ഇറ്റ് ടു അച്ഛൻ. എന്തെങ്കിലും ജനറലി ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒന്ന് ചോദിക്കാം. അതർവൈസ് നമുക്ക് നമ്മുടെ സെഷൻ പതുക്കെ വൈൻഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അബ്സ്റ്റൻസ് ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വോട്ട് ഓഫ് താങ്ക്സ് ഒന്ന് പറഞ്ഞാൽ പ്രിൻസ് അച്ഛൻ ഒരു ക്ലോസിംഗ് പ്രയർ കൂടെ നടത്തി നമുക്ക് അവസാനിപ്പിക്കാം. Molsey, Yeah, vote of thanks, please. thank you. വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സഹോദരിമാരെ, എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നല്ല ക്ലാസ് ആയിരുന്നല്ലോ അല്ലേ? ഇത്രയും നല്ലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സഹായിച്ച ദൈവത്തെ ആദ്യമേ സ്തുതിക്കുന്നു. പിന്നെ നമുക്ക് ഈ സ്റ്റഡി മെറ്റീരിയലൊക്കെ റെഡിയാക്കി തന്ന ദിയസ്കോറോസ് തിരുമേനിയെ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാനിതിപ്പോൾ 6ാമത്തെ വർഷമാണ് പഠിക്കുന്നത്. അപ്പം ഓരോ വർഷം പഠിക്കുന്തോറും അറിയില്ലാത്ത പല കാര്യങ്ങൾ എനിക്ക് അറിയാൻ കഴിഞ്ഞു. അതിൽ ചിലതൊക്കെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ശൂനോയോ നോമ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമാതാവ് വചനം തൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തു, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന്. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യണം. എല്ലാവരും പറയാറില്ലേ, വെറുതെ എക്സാമിന് മാർക്ക് മേടിക്കാൻ വേണ്ടി മാത്രം പഠിക്കാതെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പിന്നെ ഇപ്പം അച്ഛൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞല്ലോ, അനുതാപ സങ്കീർത്തനങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പം നമുക്ക് സത്യമായ അനുതാപം ഉണ്ടാകുവാനും നല്ല ഒരു സത്യകുമ്പസാരം നടത്തുവാനും പുതിയ മറ്റുള്ളവർക്ക് വെളിച്ചം കാണിച്ചുകൊണ്ട് ജീവിക്കാനും ദൈവത്തിനും സമസൃഷ്ടികൾക്കും പ്രയോജനമുള്ളവരായി ജീവിക്കാനെല്ലാം ദൈവം എന്നെയും നിങ്ങളെ എല്ലാം സഹായിക്കട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം.
ഇനി ക്ലാസ് എടുത്ത അച്ഛനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ്റെ ഇന്നിപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡൻസ് കുറവായിരുന്നു എങ്കിലും ഇതെല്ലാം അച്ഛൻ്റെ ലാസ്റ്റ് ക്ലാസ്സിലെ നോട്ട്സും ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പല ഗ്രൂപ്പുകളിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പം എല്ലാവരും അത് കണ്ട് കേട്ട് പഠിക്കുന്നുണ്ട്. അച്ഛനെ ദൈവം വേഗം എഴുന്നേൽപ്പിക്കട്ടെ, സൗഖ്യം തരട്ടെ. ഇനി ഒരുപാട് ഓടാനുണ്ട്. അച്ഛൻ്റെ എല്ലാ മിനിസ്ട്രീസിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. പിന്നെ അനീഷ് അച്ഛൻ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ MMESന്റെ ഏഷ്യ പസഫിക്കിൻ്റെ ബാക്ക് ബോണായിട്ട് നിന്ന് നമുക്ക് എല്ലാ ഗൈഡൻസും തന്ന് പ്രവർത്തിക്കുന്ന അച്ഛൻ. നമുക്ക് പറ്റിയ ഒരാളെ ക്ലാസ് എടുക്കാൻ കണ്ടുപിടിച്ചു തന്നു. അച്ഛൻ്റെ എല്ലാ സപ്പോർട്ടിനും ഗൈഡൻസിനും താങ്ക് യു അനീഷ് അച്ഛാ. പിന്നെ ഇന്നിപ്പം വെൽക്കം അഡ്രസ്സ് ചെയ്ത ജാക്സ് അച്ഛൻ, അച്ഛനെ എല്ലാവർക്കും അറിയാം. ഡാർവിനിലെ അതുപോലെ ഡയോസീസ് കൗൺസിൽ മെമ്പറാണ്. അച്ഛന് വേറൊരു മീറ്റിംഗ് കൊണ്ട് പോകുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ കാണുന്നുണ്ട് അച്ഛനെ ഇപ്പോഴും. അച്ഛൻ്റെ സ്നേഹത്തിനും കരുതലിനും നന്ദി അച്ഛാ. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പം സിബി അലക്സാണ്ടർ, എത്ര നന്ദി പറഞ്ഞാലും പോരാ. എല്ലാവർക്കും അറിയാം സിബിയെ. ഈ 5 റീജിയൻസിനെയും ചേർത്ത് പിടിച്ച് ഇച്ചിരി പാടുള്ള പണിയാണ്. ഞങ്ങളെയൊക്കെ മേയിച്ചുകൊണ്ട് പോവുക, എല്ലാം പറഞ്ഞു തന്ന്, അറിയില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന്, എല്ലാ ഗൈഡൻസും തന്ന്, എപ്പോൾ വിളിച്ചാലും അപ്പം തന്നെ എല്ലാ റിപ്ലൈയും തന്ന്, ഇത്രയൊക്കെ ഞങ്ങളെ കരുതി എല്ലാ സപ്പോർട്ടും തന്ന സിബി, താങ്ക് യു എല്ലാത്തിനും. അതുപോലെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, റീജിയണൽ ഓഫീസ് ബെയറേഴ്സ്, യൂണിറ്റ് ഓഫീസ് ബെയറേഴ്സ്, MMES മെമ്പേഴ്സ് എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഇനി വേറെ അച്ഛന്മാരെ ആരെയും ഞാൻ കാണുന്നില്ല. ഈ നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ അച്ഛന്മാരെയും കയറാൻ പറ്റാത്ത എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കാൻ നിങ്ങൾ അച്ഛന്മാരെയെല്ലാം ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. താങ്ക് യു. താങ്ക് യു മോൾസി, താങ്ക് യു. അച്ഛാ, നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുന്നതായിരിക്കും. അച്ഛാ, സെയിം ലിങ്ക് തന്നെ അച്ചോ, ഇതിനകത്ത് ചേഞ്ച് ഒന്നുമില്ല. സെയിം ലിങ്ക്. ഞാൻ പള്ളി മാനേജിങ് കമ്മിറ്റി ആയിരുന്നു, നാളെ ഇവിടെ ജനറൽ ബോഡിയാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. താങ്ക് യു അച്ഛാ. പ്രാർത്ഥിക്കാം അച്ഛാ, പ്ലീസ്. കാരുണ്യവാനായ കർത്താവേ, കൂടെ ഇരുന്നതിനായും ബലപ്പെടുത്തിയതിനുമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതായ വാക്കുകളും വചനങ്ങളും ഞങ്ങളുടെ ജീവിത വഴികളിൽ തുണയാകണമേ. ദൈവവചനത്തെക്കുറിച്ചുള്ള എരിവും അതിനെക്കുറിച്ചുള്ള താല്പര്യവും ഞങ്ങൾക്ക് നൽകണമേ. ആ വചനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾക്ക് കരുത്താകണമേ, ഞങ്ങൾക്ക് പ്രകാശമാകണമേ. ഈ കൂടി വരവനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം നൽകുന്ന എല്ലാ അച്ഛന്മാരെയും ഓർക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുത്തെ കൃപയിൽ കാക്കണമേ. ഈ വചനത്തെ കൂടുതലായി മനസ്സിലാക്കുവാൻ ഇത് ഞങ്ങൾക്ക് മുഖാന്തരമാകണമേ. ഈ സന്ധ്യ ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതാകണമേ. ശാന്തമായി ഉറങ്ങിയത് രാവിലെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളെ വാങ്ങിപ്പവരെ ആശ്വസിപ്പിക്കണമേ. നമ്മൾ ഒരുമിച്ച് നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും കരയറ്റുവാനായിട്ട് തന്നെ പരിശുദ്ധാത്മാവാൻ ദൈവകൃപയും കരുണയും നാം എല്ലാവരുടെ മേലും നാളെ ഉണ്ടായിരിക്കുന്നതാകണമേ. ആമേൻ. താങ്ക് യു അച്ഛാ. താങ്ക് യു. ഗുഡ് നൈറ്റ്.